ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദമായി ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചയെ മാറിയതാണ്. അതിലെ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമ്പാനൂരിൽ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്ത് CCTV ഇല്ല എന്ന് പോലീസ് പറയുന്നു. VB അരുൺ ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ഈ രണ്ട് പേരും വാദിക്കുന്നുണ്ട് പരസ്പരം അവരവരുടെ അല്ലെങ്കിൽ എതിർഭാഗത്തുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കാം മെമ്മറി കാർഡ് മാറ്റിയതെന്ന്. പക്ഷെ അപ്പോഴും ഈ തിരുവനന്തപുരം പോലുള്ള ഇത്ര വലിയൊരു ഹബ്ബിൽ അവിടെ KSRTCയുടെ എത്ര വലിയൊരു കോംപ്ലക്സിൽ CCTV ഇല്ല എന്നൊക്കെ പറയുന്നത് അതെങ്ങനെയാണ്? CCTV അവിടെ ഉണ്ട്, പക്ഷേ ദൃശ്യങ്ങൾ വ്യക്തമല്ല എന്ന നിലപാടാണ് ഇപ്പോൾ അന്വേഷണ സംഘം സ്വീകരിക്കുന്നത്. CCTV ആണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാകേണ്ടത്. കാരണം എന്താണ് ആ ബസ്സിനുള്ളിൽ സംഭവിച്ചത്? യാത്രക്കാരുടെ മൊഴികൾക്കപ്പുറത്തേക്ക് കണ്ടക്ടറും ഡ്രൈവറും ഈ പ്രശ്നത്തിലിടപെട്ട മേയറും അവർക്കൊപ്പമുള്ളവരും പറയുന്നതിനപ്പുറത്തേക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നതിന്റെ കൃത്യമായ തെളിവായി ആ CCTV ദൃശ്യങ്ങൾ, ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ മാറേണ്ടതാണ്. പക്ഷേ അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ആര് മാറ്റിയെന്ന കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം തുടരുന്നത്. മേയറിനും കൂട്ടർക്കും വേണ്ടി ആരെങ്കിലും മാറ്റിയതാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും ഒരു വശത്തുണ്ട്. വലിയ വിമർശനം ആ രൂപത്തിൽ ഉയർന്നു വരുന്നു. ഡ്രൈവറിന് വേണ്ടി ആരോ മാറ്റിയ തരത്തിലാണ് എതിർവിഭാഗം പറയുന്നത്. അതായത് ഏതായാലും ആ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ടതായിരുന്നു. വളരെ ഏറ്റവും ശക്തമായ തെളിവായി മാറേണ്ടതിന് വസ്തുത സത്യം പുറത്തുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ആ തെളിവുകൾ വരേണ്ടതാണ്. ഈ തെളിവുകൾ പരിശോധിക്കാൻ പോലീസ് വരുത്തിയ കാലതാമസവും ഏറ്റവും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. 27 സംഭവം നടക്കുമ്പോഴും 30 മാത്രമാണ് പോലീസ് CCTV പരിശോധിക്കാൻ സൌകര്യമൊരുക്കണം എന്ന KSRTC അധികൃതരോട് ഈ കന്റോൺമെന്റ് പോലീസ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് പരിശോധിക്കാൻ അവിടെ എത്തിയത്. ആ സമയത്തിനുള്ളിൽ ഈ പോലീസ് എത്തുന്നതിന് തൊട്ടു മുമ്പ് അവിടെ നിന്ന് ആരോ ഇത് മാറ്റി എന്ന തരത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ അവിടെ എത്തുന്നതിന് തൊട്ടു മുമ്പ് മാറ്റിയ തരത്തിലാണ് ഈ KSRTCയുടെ പരാതിയിലും ഈ KSRTC ഇതിൽ അന്വേഷണം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട പരാതി നൽകിയപ്പോൾ അതിലും ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറാണ് പരാതി നൽകിയത് KSRTCയുടെ. അപ്പോൾ ആ പരാതിയിലും മെയ് 1 പുലർച്ചെ 1 രാവിലെ 10 ഇടയ്ക്കാണ് ഈ ബസ് നിന്ന് മെമ്മറി കാർഡ് നഷ്ടമായത്. അവിടെ ഡിപ്പോയിൽ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്ന ബസ്സാണ് അവിടെ നിന്ന് നഷ്ടമായെന്നാണ് പറയുന്നത്. ഏതായാലും ഏപ്രിൽ 27 മുതൽ പുറപ്പെടുമ്പോൾ തന്നെ ബസ്സിലെ ഡിസ്പ്ലേയിൽ ഈ ക്യാമറ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന കാര്യമാണ്, എങ്ങനെ ഇത് ആര് മാറ്റി എന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായി മാറുക ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് തന്നെയാണ്. എന്താണ് ബസ്സിനുള്ളിൽ സംഭവിച്ചതെന്നതിന്റെ കൃത്യമായ വസ്തുത പുറത്തു വരേണ്ടത് ആ മെമ്മറി കാർഡിൽ തന്നെയാണ്. അത് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. മെമ്മറി കാർഡ് കണ്ടെത്തിയാലും അതിനുള്ളിലെ ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞെങ്കിൽ ഒരുപക്ഷെ അത് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാക്കും. ഏതായാലും മേയറും ഡ്രൈവറുമായിട്ടുള്ള തർക്കവും അതുമായി ബന്ധപ്പെട്ട വിവാദവും പുതിയ തലങ്ങളിലേക്ക് മാറുകയാണ്. അതോടുകൂടി മേയർക്ക് വലിയ പിന്തുണ CPM നിന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അത്തരം ഒരു പിന്തുണ അവർക്ക് ലഭിച്ചതില്ല. പക്ഷേ ഈ തർക്കത്തിനപ്പുറത്തേക്ക് മേയർക്കെതിരെയുള്ള അധിക്ഷേപം അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി CPM കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. ഇതൊരു പ്രതിപക്ഷ കൂടി വിഷയം ഏറ്റെടുത്തോടുകൂടി വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു. ആ ദിവസങ്ങളിൽ തർക്കമെന്നപ്പുറത്തേക്കാണെങ്കിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലോടുകൂടി ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി മാറുകയാണ്. മെമ്മറി കാർഡ് കാണാതെ പോയതിലെ സ്വാഭാവികത, അതിലെ ഗൂഢാലോചന തന്നെ പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവും ഉന്നയിക്കുന്നത്. ഏതായാലും അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളികളുണ്ട്. ഇതിനിടെ മനുഷ്യാവകാശ കമ്മീഷൻ യദുവിന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നു. മെയ് 9 സിറ്റിംഗിൽ ഈ കേസ് മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിക്കും. ബസ് തടഞ്ഞു നിർത്തിയതും യാത്രക്കാരെ ഇറക്കിവിട്ടതുമായ കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ CPMന്റെ ഇപ്പോഴത്തെ വാദം അത്തരത്തിൽ ബസ്സിൽ നിന്ന് സച്ചിൻ ദേവ് കയറി ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ബസ് തടഞ്ഞു നിർത്തിയിട്ടില്ല. യാത്രക്കാർക്ക് വേണമെങ്കിൽ മറ്റു ബസ്സിൽ യാത്ര ചെയ്യാമെന്ന അറിയിച്ചതാണ് കണ്ടക്ടർ ഉൾപ്പെടെയുള്ളത്. പക്ഷേ പാളയം എത്തിയതിനാൽ വേണ്ട എന്ന ആളുകൾ പറയുകയായിരുന്നു എന്ന വാദമൊക്കെയാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനം യാത്രക്കാരുടെ മൊഴിയാണ്. അതിനും അപ്പുറത്തേക്ക് മെമ്മറി കാർഡിലെ വസ്തുതയാണ്. എന്താണ് ബസ്സിനുള്ളിൽ സംഭവിച്ചത്, ആര് പറയുന്നതാണ് ശരി എന്ന കാര്യത്തിലൊക്കെ അതാണ് ഇനി കൂടുതൽ വ്യക്തമാകേണ്ടത്. അരുൺ, ഒരു കാര്യം കൂടി, KSRTC ബസ് ഡ്രൈവർ യദുകൃഷ്ണൻ നൽകിയ പരാതി ഉണ്ടല്ലോ, അതിൽ നിലപാട് മാറ്റമുണ്ടോ പോലീസിന്, അല്ലെങ്കിൽ അതിൽ ആ പരാതി അങ്ങനെ തന്നെ തുടരുകയാണോ? ആ പരാതിയിൽ ഇതുവരെയും അന്വേഷണം കേസെടുത്തിട്ടില്ല. ബസ് തടഞ്ഞു എന്ന കാര്യത്തിലൊന്നും കേസെടുത്തിട്ടില്ല. മേയറും കൂടെയുള്ളവരും അവിടെ
ഈ സ്ഥലത്തെത്തിയത്. ഈ റോങ് സൈഡിൽ പാർക്ക് ചെയ്തതിനും സിവറൻ പാർക്ക് ചെയ്തതിനും ഒക്കെ കേസ് സ്വാഭാവികമായും ഉണ്ടാകുവാൻ അപ്പുറത്തേക്ക് അവർക്കെതിരെ യദുവിന്റെ പരാതി ഇതുവരെയും കേസെടുത്തിട്ടില്ല. മേയറിന്റെ പേരിൽ കേസെടുക്കേണ്ട കാര്യമില്ല നിലപാടിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിനെതിരെയും ഈ യദുവിന്റെ പരാതിയുണ്ട്. അന്വേഷണ സംഘത്തെ മാത്രം മറ്റൊരു അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷനോട് പോലും യദു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ മേയറെ വാട്സാപ്പിലൂടെ മേയറുടെ ഔദ്യോഗിക ഫോണിൽ അധിക്ഷേപിച്ച സംഭവത്തിലും ഒരു പ്രതിയെ ഇന്നലെ കസ്റ്റഡിയിൽ വളരെ മോശം ഭാഷയിൽ മേയറുടെ ഔദ്യോഗിക വാട്സാപ്പ് നമ്പറിലേക്ക് നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയച്ച ആളെ ഇതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം കടയിരിപ്പ് സ്വദേശി ശ്രീജിത്ത് കുഞ്ഞുമോനെയാണ് ഇന്നലെ പിടികൂടി. സൈബർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. മേയറുടെ ഔദ്യോഗിക വാട്സാപ്പിലേക്കാണ് ഇയാൾ മോശം മെസ്സേജുകൾ അയച്ചത്. ആ കേസിലാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടക്കുന്നുണ്ട്. മേയർത്വം നഗരസഭയൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അതിലും അന്വേഷണം നടക്കുന്നു. അപ്പോഴും ഈ മേയർക്കെതിരെ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം വിമർശനത്തിന് ഇപ്പോൾ ഇടയാക്കിയിട്ടുള്ളത്. ശരി, വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മേയർ KSRTC ഡ്രൈവർ തർക്കം അത് രാഷ്ട്രീയ